ഈ സിറ്റിയുടെ ടൈറ്റിൽ ചേസ് കാണുന്ന ഒരു മനുഷ്യനെ എനിക്കിപ്പം ആലോചിക്കണം. യർഗൻ ക്ലോപ്പ്. അവസാനത്തെ ഡേയിൽ പോലും 3 ഗോളും 2 ഗോളും ഒക്കെ അടിച്ച് തിരിച്ചു വന്ന് കപ്പിൻ്റെ അടുത്ത് വന്നിട്ട് കൊണ്ട് മണപ്പിച്ചിട്ട് എടുത്തുകൊണ്ട് പോയ ടീമാണ് പെപ് ഗാർഡിയോള. അപ്പം ക്ലോപ്പ് നോക്കുമ്പോഴത്തേക്ക് എടാ സാമദ്രോഹി തെണ്ടി ആ വൈബിലായിരിക്കും ക്ലോപ്പ് ഈ ഒരു ഇത് കാണുന്നത് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടു ആഴ്സണൽ. ഞാൻ ഈ വീഡിയോ യുണൈറ്റഡ് ജേഴ്സി തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ആഴ്സണൽ ഡിസേർവ്സ് ടു വിൻ ദ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ദിസ് സീസൺ. വൈ? ബിക്കോസ് അവർ മാത്രമാണ് ഇപ്പം നമ്മൾ എത്ര മറ്റേ ഗോളിയെ വലിഞ്ഞു പിടിച്ചു എന്നൊക്കെ ഞാൻ പല കാര്യങ്ങളിലും ഞാൻ എന്താ പറയുക, ഐ ഡോണ്ട് എഗ്രി ടു ദെയർ എന്താ പറയുക ആ ഗോളിയെ പിടിച്ചുള്ള പരിപാടിക്കൊന്നും ഞാൻ എഗ്രി ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാത്രമാണ് ഈ സീസണിൽ ലീഗ് ജയിക്കാൻ വേണ്ടി കളിച്ചത്. അതായത് ദേ വെർ ഡെസ്പറേറ്റ് ടു വിൻ ഇറ്റ് അറ്റ് എനി മീൻസ്. അതുകൊണ്ടാണ് അവർ ജയിച്ചത്. മാത്രമല്ല ഇപ്പം ചിലർ എന്താ പറയുക, ആഴ്സണൽ ഏറ്റവും കുറവ് ഗോളടിച്ച് ജയിക്കുന്ന പ്രീമിയർ ലീഗ് ടീമാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറയുക. അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇൻ ദ സെൻസ് അതായാലും ഇപ്പോൾ എന്താ പ്രശ്നം. ഇപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പെയിന് 2010 വേൾഡ് കപ്പ് ആകെ 8 ഗോൾ കണ്ട് അടിച്ചാണ് ജയിച്ചത്. അതാണ് ഏറ്റവും വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്ന ഒരു ടീം വേൾഡ് കപ്പ് അടിച്ചത്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും മിഡ്ഫീൽഡ് മാസ്റ്റർ ക്ലാസ് ആൻഡ് ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ടത് ആഴ്സണൽ ഈസ് വെരി മച്ച് ഹെയ്റ്റഡ്. അപ്പം എനിക്കാണെങ്കിൽ പോലും ആഴ്സണൽ സിറ്റിയാണ് അപ്പുറത്ത് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്നെങ്കിലും ആഴ്സണൽ കപ്പടിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഒരു പാർട്ട് ഓഫ് മീലുണ്ടായിരുന്നു. എന്നാൽ ഒരു പാർട്ട് ഓഫ് മീൽ ആഴ്സണൽ അടിക്കുന്നത് സിറ്റി തോക്കുമല്ലോ എന്നുള്ള രീതിയിലുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ RCB IPL കപ്പ് അടിച്ചില്ല. അപ്പോൾ IPL അടിക്കാതിരിക്കുമ്പോൾ ഉള്ളൊരു അവരായിട്ട് കളിയാക്കാനുള്ളൊരു ബാൻഡറിൻ്റെ ഇതിൻ്റെയാണ്. പക്ഷേ വെൻ ഐ തിങ്ക് ഫ്രം എ ആഴ്സണൽ ഫാൻസ് പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പം യുണൈറ്റഡ് ലീഗ് അടിച്ചിട്ട് ഇപ്പോൾ 12-13 കൊല്ലമായി. അപ്പോൾ അടുത്ത സീസണിൽ വല്ല യുണൈറ്റഡ് കപ്പ് അടിച്ച 14 കൊല്ലത്തിൻ്റെ ഫ്രസ്ട്രേഷൻ എത്രയാണെന്ന് എനിക്ക് ഇത്ര അറിയാം. അപ്പോൾ 22 കൊല്ലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഹ്യൂജ്. മാത്രമല്ല ദ ബാൻഡേഴ്സ് ദേ ഹാവ് ഗോൺ ത്രൂ, ബോട്ട്ലെസ് എന്നുള്ള വിളിപ്പേര്. ഇപ്പോൾ ത്രൂ ഔട്ട് ഇതൊക്കെ വെക്കുമ്പോഴത്തേക്കും ദ ഫാൻ ബേസ് സ്റ്റിക്ക് ലോയൽ ടു ദം. പിന്നെ ആഴ്സണൽ എന്ന് പറയുന്ന ഒരു വലിയ ക്ലബ്ബാണ്. ഇപ്പം പുതുതായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് അവർ അച്ചീവ് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു UK യുണൈറ്റഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ്, ഒരുപാട് ഫാൻ ബേസ് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഗ്ലോബൽ ഫാൻ ബേസ് ഇപ്പോൾ ലിവർപൂളിനേക്കാളും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആഴ്സണലിൽ. അപ്പോൾ ആഴ്സണൽ ഫാൻസിന് അതൊരു ഇതാണ്. പിന്നെ വൈ ദേ ആർ ഹേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ടോക്സിക് ഫാൻ ചാനലുകളുണ്ട്. അപ്പോൾ അവർ അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺസ് വരുത്തുന്നു. അങ്ങനെയൊക്കെയാണ് അവർ ഹേറ്റ് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ഇതേപടി ഒരു റണ്ണിൽ പോവുകയാണെങ്കിൽ ദേ ആർ ഡോമിനേറ്റിംഗ് ഇൻ ചാമ്പ്യൻസ് ലീഗ്, ദേ ആർ ഡോമിനേറ്റിംഗ് ഇൻ പ്രീമിയർ ലീഗ് എന്നൊക്കെ ഉള്ളൊരു ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും യുണൈറ്റഡ് ഫാൻ ബേസിലും ഞാൻ പറയുന്നു ഫെയർ ചങ്ക് ഓഫ് ടോക്സിക് ഫാൻ ചാനൽസ് ഉണ്ട്. അപ്പം യുണൈറ്റഡ് ഫാൻസും അല്ലെങ്കിൽ യുണൈറ്റഡ് ഇതേപടി ഹേറ്റഡ് ആവും എന്നെങ്കിലും നമ്മൾ ഇതേപടി പോകുന്നുണ്ടെങ്കിൽ. സോ ഫെയർ പ്ലേ എന്നല്ലെങ്കിലും കൺഗ്രാറ്റ്സ് ടു ആഴ്സണലിൻ്റെ മറ്റേ ഗോളിയെ വലിഞ്ഞു പിടിക്കുന്നതും അങ്ങനത്തെ പരിപാടികളിലൊന്നും ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി. പക്ഷേ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വിധേനയും ദേ ഹാവ് ട്രൈ ടു വിൻ ദി ലീഗ്. പിന്നെ അടുത്ത നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഞാൻ സമ്മതിച്ചു തരാത്തതും 2 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗോൾ കീപ്പറിൻ്റെ പിടിച്ചിട്ടുള്ള കോർണറിലെ ബ്ലാക്ക് മാജിക്സ് അല്ലെങ്കിൽ സെറ്റ് പീസ് ബ്ലാക്ക് മാജിക്സ്. 2, പെപ്പ് ഉള്ള സമയത്ത് തന്നെ പെപ്പിൻ്റെ സിറ്റിയെ തോപ്പിച്ചു എന്നുള്ളത് ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ഈ സീസണിൽ അവരെ ഒരിക്കലെങ്കിലും തോപ്പിക്കായിരുന്നു. എന്നിട്ട് ആ ഡയലോഗ് അടിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഇത് പെപ്പിൻ്റെ ഏറ്റവും മോശം സീസണാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ പോലും അയാൾ ചിലർ പറയുന്നത് സിറ്റി വോട്ടിൽ ചെയ്തെന്നാണ് നല്ല തോറ്റോടുകൂടി. ഒരിക്കലും ഞാൻ അത് പറയില്ല. കാര്യം എന്ന് വെച്ചാൽ ആഴ്സണൽ 11-14 പോയിന്റ് ലീഡ് നിന്നത് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് ബോട്ടിലിങ്ങിൻ്റെ വക്കിലെത്തിയ ആഴ്സണലാണ്. സിറ്റി ഇവർക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു ഫൈറ്റ് കൊടുത്തു എന്നുള്ളേ ഉള്ളൂ. പെപ്പ് ഒരിക്കലും അല്ലെങ്കിൽ സിറ്റി ബോട്ടിൽ ചെയ്തൊന്നും ഞാൻ ഒരിക്കലും ടേം ചെയ്യില്ല. ദേ ഗേവ് എ ഹ്യൂജ് ഫൈറ്റ്. പെപ്പിന് അതിന് ഞാൻ കടിച്ചു കൊടുക്കും. കാര്യം അവരുടെ സ്ക്വാഡ് ഇത്തവണ ജനുവരിയിൽ ഗുയഹിയും സെമനും വന്നതിന് ശേഷമാണ് അവർ കുറച്ചുകൂടെ റിസൾട്ട്സ് ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഇറ്റ് വാസ് എവിഡൻ്റ്ലി പെപ്പിൻ്റെ മോശം സീസണുകൾ ഒന്നായിരുന്നു. എന്നിട്ട് പോലും അയാൾ ചലഞ്ച് ചെയ്തു എന്നുള്ളതാണ് 37 ഇതുവരെ. അതിന് നിങ്ങൾ അവസരം കൊടുത്തു എന്നുള്ളതാണ് ഇത്. സോ മേ ബി അതെല്ലാം മെൻറ്റാലിറ്റി ഇഷ്യൂസ് ആയിരിക്കാം. ഫൈനലി നിങ്ങൾ ആ ഒരു ബാരിയർ മറികടന്ന് കപ്പടിച്ചിരിക്കുന്നു ആഴ്സണൽ. അത് വലിയൊരു മെൻ്റൽ ബൂസ്റ്റാണ് ഇനി വരുന്ന സീസണുകളിലും. പിന്നെ പെപ്പ് പോവുകയാണ്, പെപ്പിൻ്റെ ലാസ്റ്റ് സീസണാണ്. അപ്പോൾ അടുത്ത സീസൺ തൊട്ട് പ്രീമിയർ ലീഗ് ഈസ് ഗോണ ബി ഈവൻ മോർ എന്താ പറയുക, ഒരു വലിയൊരു ടാക്ടീഷ്യൻ പോവുകയാണ്. അപ്പം അത്ര വലിയൊരു ടാക്ടീഷ്യൻ ഇല്ലാതായിരിക്കുകയാണ് ലീഗിൽ നിന്ന്. അപ്പം മിക്കേൽ ആർട്ടറ്റയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ആഴ്സണലിൻ്റെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്നു സിറ്റിയായിട്ട് ഒരു 5-0 അങ്ങോട്ട് ഒരു തോൽവി അവർക്ക് ഉണ്ടാകുമായിരുന്നു. 2021 എൻ്റെ ഓർമ്മ. അന്ന് ചാക്കേനെയൊക്കെ എല്ലാവരും ബൂ ചെയ്യുന്നു, ഫാൻസ് അടക്കം. എന്നിട്ട് ആർട്ടറ്റേനെ എന്തായാലും എടുത്ത് കളയണമെന്ന് പറയുന്നു. ഭയങ്കര ബഹളമായിരുന്നു, ആർട്ടറ്റേനെ എടുത്ത് കളയണം. എന്നിട്ടും എനിക്കൊന്ന് സ്പോർട്ടിംഗ് ഡയറക്ടർ എഡു എന്നായിരുന്നു പേരുന്നത്. പുള്ളിയൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അവരുടെ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ ആർട്ടറ്റയും ആർസണൽ ബോർഡും ചെയ്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൺലി ബ്രിങ്ങിങ് ഇൻ ഫിസിക്കൽ പ്ലെയേഴ്സ്. അത് ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് തിങ്ങാണ്. ഐ ഓപ്പണിംഗ് തിങ് ഇൻ ദ സെൻസ് പ്രീമിയർ ലീഗിൽ ഫിസിക്കാലിറ്റി ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം ഫിസിക്കലായിട്ടുള്ള സെൻട്രൽ ബാക്സ് ആയിക്കോട്ടെ, സ്ട്രൈക്കർ ആയിക്കോട്ടെ. ഇപ്പോൾ യോക്കോറസ് അതുപോലെ തന്നെ ബാക്കിൽ വാങ്ങിക്കുന്ന എല്ലാം വമ്പന്മാരാണ്. CB-കളെയൊക്കെ പിടിച്ചാണ് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് കളിപ്പിച്ച് ശീലിപ്പിക്കുന്നത്. സോ ഡെക്ലൻ റൈസ് എല്ലാവരും ഫിസിക്കൽ മോൺസ്റ്റേഴ്സാണ്. അപ്പം ഇവരെല്ലാവരും ഭയങ്കര രീതിയിൽ ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് ഒരു സെറ്റപ്പാണ് ആർട്ടറ്റ സെറ്റ് ചെയ്ത് വന്നത്. അതിനുള്ളൊരു ഒരു ഉപകാരം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് വെച്ച് തന്നെ ഈ 11 പോയിന്റ് ബോട്ടിൽ ചെയ്ത് ഇടയ്ക്ക് വെച്ച് സിറ്റിക്ക് എല്ലാ കളിയും ജയിച്ചു കഴിഞ്ഞാൽ സിറ്റി കപ്പടിക്കുന്നുള്ളൊരു സ്ഥിതി വന്നു. ആ സമയത്ത് ആഴ്സണൽ ഫാൻസ് അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു ആർട്ടറ്റേനെ ഒന്ന് സാക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ ബിലീവ് മീ, ഇപ്പം നിങ്ങൾ ഇത് അടിച്ചില്ലായിരുന്നെങ്കിൽ പോലും ആർട്ടറ്റ പോയി വേറൊരാളിനി വന്ന് വേറൊരാൾ അയാൾക്കുള്ള സ്ക്വാഡൊക്കെ റെഡിയാക്കി വരുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്സ്. ആർട്ടറ്റേനെ തന്നെ നിർത്തണമായിരുന്നു, അഥവാ ഇത് അടിച്ചില്ലെങ്കിൽ പോലും. ഇനിയിപ്പോൾ നിർത്തും. പക്ഷേ നിങ്ങൾ ആ റിയാക്ഷണറി ആയിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ ആർട്ടറ്റ നോസ് ഹൗ ടു വിൻ മാച്ചസ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. ബിക്കോസ് ലീഗ് സ്റ്റേജ് അല്ലെങ്കിൽ കപ്പിൽ ഇപ്പം UCL 2 തവണയായിട്ട് അവർ സെമി ഫൈനൽ എത്തുന്നു. ഇപ്പം ഫൈനലും എത്തി. ഫൈനലിൽ ഇപ്പോൾ എല്ലാവരും മറ്റേ PSG ഈസി ആയിട്ട് ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാണ്. ഇപ്പോൾ പണ്ട് ആരൊക്കെ പറഞ്ഞതുപോലെ അറ്റാക്ക് വിൻസ് യു മാച്ചസ്, ഡിഫൻസ് വിൻസ് യു ടൈറ്റിൽസ് എന്നാണ്. ആഴ്സണലിൻ്റെ ഡിഫൻസ് അബ്സല്യൂട്ട്ലി സോളിഡാണ്. അതാണ് ഒരു ഫൈനലിലൊക്കെ വരുമ്പം അത് ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യനാണ്. 1 ലെഗ് മാച്ചിലൊക്കെ വരുമ്പോൾ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കരബാവ് കപ്പും FA കപ്പിലൊക്കെ അവർ തോറ്റല്ലോ എന്നുള്ള രീതിയിൽ. യെസ്, പക്ഷേ ഞാൻ പറയുന്നത് ആഴ്സണലിനെ റൈറ്റ് ഓഫ് ചെയ്ത് ഫൈനൽ കാണേണ്ട ആവശ്യമില്ലെന്നാണ്. PSG ഓൾറെഡി ചിലർ പ്രഖ്യാപിച്ചു PSG 2 UCL അടിച്ചത്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. അപ്പം ആഴ്സണൽ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ദ പ്രൊജക്റ്റ് ഹാസ് ബീൻ സക്സസ്ഫുൾ. അവരിപ്പം വൺ ഓഫ് ദ ഡോമിനേറ്റിംഗ് ടീംസ് ഇൻ യൂറോപ്പാണ്. അവർ കോൺസ്റ്റൻ്റ്ലി ചാലഞ്ചിങ് ഓൺ ദ ട്രോഫീസാണ്. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞ് ആഴ്സണലിനെ ഇപ്പം ഞാൻ സിറ്റി അടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പ് പോകുമല്ലോ എന്നുള്ള രീതിയിലാണ്. അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി ഇനി നിൽക്കുമോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇനി പെപ്പ് പോകുന്ന നേരത്തെ ന്യൂസ് വന്നതോടുകൂടി എനിക്ക് ഐ ഡോണ്ട് കെയർ ആരടിച്ചാലും എന്നുള്ള രീതിയിലാണ്. പിന്നെ ആഴ്സണൽ UCL അടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ RCB IPL അടിക്കാതിരിക്കുമ്പം അവരെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ബാൻഡർ ഇത് വേണ്ടി എനിക്ക് ആഴ്സണൽ UCL അടിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ആസ് എ പ്രൊജക്റ്റ് ആഴ്സണൽ ഈസ് വെരി സക്സസ്ഫുൾ. അപ്പം പല വലിയ ക്ലബ്ബുകൾക്കും കണ്ടു പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം കോച്ചിന് ട്രസ്റ്റ് കൊടുക്കുക, കോച്ചിന് വേണ്ട പ്ലേയേഴ്സിനെ കൃത്യമായിട്ട് സ്കൗട്ട് ചെയ്ത് ഇറക്കി കൊടുക്കുക, പ്ലേയിങ് സ്റ്റൈൽ ഏതും ആയിക്കോട്ടെ, മേക്ക് യുവർ ഡിഫൻസ് സ്ട്രോങ് ഫസ്റ്റ്. ഓക്കെ, കണ്ടില്ലേ ഇപ്പോൾ എത്ര 1-0 വിൻസ് ഉണ്ട് ആഴ്സണലിന്, എത്ര ക്ലീൻ ഷീറ്റ് ഉണ്ട്. റായയ്ക്ക് ക്ലീൻ ഷീറ്റ് ഗോൾഡൻ ഗ്ലൗ കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. അത് 5 കളിക്ക് മുന്നേ തന്നെ കിട്ടിയെന്ന് തോന്നുന്നു ഗോൾഡൻ ഗ്ലൗ. സോ അതാണ് ഡിഫെൻസീവ്ലി അവർ ഭയങ്കര സോളിഡാണ്. പിന്നെ നിങ്ങൾ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് പ്ലെയർ ഓഫ് ആഴ്സണൽ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ കാണ്ട്. അതായത് ഇപ്പം ചിലർ ഡെക്ലാൻ റൈസ് എന്ന് പറയും, പക്ഷേ ഡെക്ലാൻ റൈസ് മാത്രമല്ല, ദർ ആർ ലോട്ട് ഓഫ് എന്താ പറയുക, റായ ഭയങ്കര വലിയൊരു പാർട്ടായിരുന്നു. ഗബ്രിയൽ സലീബ കോമ്പിനേഷൻ. പിന്നെ മോസ്റ്റ് ഓഫ് ദ സീസൺ റൈറ്റ് ബാക്ക് കളിച്ച യൂറിയൻ ടിംബർ ആയാലും ശരി, ലെഫ്റ്റ് ബാക്കിൽ കലഫ്യൂറി ആയാലും ശരി, അതുപോലെ തന്നെ ലൂയിസ് കെല്ലി ഇടയ്ക്ക് കളിക്കുമായിരുന്നു. ആരും ആയിക്കോട്ടെ, സുബിമെൻഡി സംടൈംസ് ഓഫ് ഓൺ. പിന്നെ ഒഡഗാർഡ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക് ദിസ് ടൈം. ഒഡഗാർഡാണല്ലേ കപ്പ് പൊക്കാൻ വന്നത്. വാവ്, വിച്ച് ഈസ് കൈൻഡ് ഓഫ് അൺഫെയർ. ഒഡഗാർഡിനേക്കാൾ നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട് അവിടെ, ബട്ട് ഹീസ് ദ ക്യാപ്റ്റൻ. ഓക്കെ, ഒഡഗാർഡ് അതുപോലെ തന്നെ എസെ നല്ലൊരു സൈനിങ് ആയിരുന്നു. യോക്കറസ് ഇപ്പോഴും ഞാൻ അത്ര കൺവിൻസ്ഡ് ഒന്നും അല്ലെങ്കിലും നത്തിങ്, അതായത് അതൊന്നും മീൻ ചെയ്യുന്നവരുമില്ല, ബിക്കോസ് ദേ ഹാവ് ഇവഞ്ച്വലി വൺ ദ കപ്പ്. യോക്കറസ്, പിന്നെ സാക്ക ഇഞ്ചോർഡാണ് കുറേ സമയങ്ങളിലൊക്കെ. ട്രൊസാർഡ് ഹാസ് ബീൻ വെരി ക്രൂഷ്യൽ, എപ്പോഴും ക്ലച്ച് ഗോൾസ് അടിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും അതൊരു ആസ് എ ടീമിൻ്റെ ഒരു വിജയമാണ്. അല്ലാതെ എനിക്കതിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ ആരുമില്ല. വിച്ച് എവിഡൻ്റ്ലി മേക്സ് ദാറ്റ് വൈ ദേ ആർ ഡോമിനേറ്റിംഗ് ഇൻ ഓൾ ദ കോമ്പറ്റീഷൻസ് ദാറ്റ് ദേ പ്ലേ. സോ കൺഗ്രാറ്റ്സ് ടു ആഴ്സണൽ. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, എനിക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഫ്രം എ മാൻ യുണൈറ്റഡ് ഫാൻ who is still waiting for my club to lift a Premier League trophies after years. For 2 decades you have won it. അതെന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി യൂഫോറിയാണ്. അതെനിക്ക് ഊഹിക്കാം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ യുണൈറ്റഡ് കപ്പടിച്ച് കഴിഞ്ഞാൽ
ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എൻജോയ് യുവർ മൊമെൻറ്റ്. ബൈ ദ വേ ബോൺമത്ത് ഇന്നലെ അടിപൊളി കളിയായിരുന്നു കേട്ടോ. ബോൺമത്ത് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. ഐ നീഡഡ് ദം ടു വിൻ ഫൈനലി. അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നു. അവർ അതായത് ടുവേർഡ്സ് ദ എൻഡ് സിറ്റി 2 ഗോൾ അടിക്കില്ല എന്നാണ് അപ്പം അവർ ജയിക്കണം. കാര്യം എന്ന് വെച്ചാൽ ലിവർപൂളിനെ അവർക്ക് പൊട്ടൻഷ്യലി UCL നിന്ന് നോക്കൗട്ട് ചെയ്യാൻ പറ്റും ബോൺമത്തിന്. ലിവർപൂൾ ലാസ്റ്റ് കളി പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ദേ ഹാവ് ബീൻ അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. എന്താ ആൻ്റണി റയോള അടിപൊളിയായിട്ട് ഇപ്പോൾ സെമന്യോ പോയ സ്ഥലത്ത് റയാൻ എന്ന് പറഞ്ഞ പ്ലെയറിനെ കൊണ്ടിട്ടു. ആ ഒരു രക്ഷയില്ലാത്ത കളി. എന്താ ഇപ്പം ബ്രസീലിയൻ വേൾഡ് കപ്പ് സ്ക്വാഡിൽ തന്നെ ഉണ്ട്. സോ ബോൺമത്ത് പ്ലെയർ എക്സലൻറ്റ്. അവർ ജയിക്കേണ്ട കളിയായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. പെപ്പ് ഈസ് ലീവിങ്. ആർട്ടറ്റ പെപ്പിൻ്റെ അടുത്ത ശിഷ്യൻ കപ്പടിച്ചു. വേറൊരു അടുത്ത ശിഷ്യൻ മരസ്ക വന്ന് സിറ്റി ഏറ്റെടുക്കുന്നു. സോ ഇറ്റ്സ് ഓൾ ബീൻ പെപ്പ് ആൻഡ് പെപ്സ് ഫിലോസഫി കുറേ സ്ഥലങ്ങളിൽ. സോ ദാറ്റ്സ് ഇറ്റ്. ടു ഓൾ മൈ ഗണ്ണർ ഫാൻസ്. എനിക്ക് 2 ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2 ഗണ്ണർ ഫാൻസ് ഉണ്ട്. അവന്മാർ വലിയ പ്രശ്നമില്ലാത്ത ടീംസാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പേഴ്സണലി വിളിച്ചുള്ള ശല്യം ചെയ്യലൊന്നുമില്ല. ബട്ട് ദാറ്റ്സ് ഇറ്റ്. എൻജോയ് ഡ്രിങ്ക് ഇറ്റ് ഇൻ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ ഫെല്ലോ ആഴ്സണൽ ഫാൻസിനെ ഒന്ന് അയച്ചു കൊടുക്കുക. അഥവാ ഈ ചാനലിൽ റീച്ച് മൾട്ടിപ്പിൾ ഫാൻ ബേസിലോട്ടൊക്കെ എത്തട്ടെ. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ